എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. അത് ഡാങ്കി എന്നല്ല പറയാറ്, ഡോങ്കി എന്നാ പറയാറ്. അവർ താങ്ക് യു എന്ന് പറഞ്ഞെന്നാ തോന്നുന്നത്. അതെ. ഇനി ഞങ്ങളുടെ ഡോൾഫിൻസ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വെറൈറ്റി പെർഫോമൻസ് അത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ റൗണ്ടിന്റെ പേരാണ് ഫയർ റിംഗ് എസ്കേപ്പ്. ഗാഥ ആൻഡ് സോണിയ വിഷും. അപ്പോ അതാ കാര്യം. ഇയാളുടെ ചതിക്കുടിയെന്ന് ആ ഡോൾഫിനെ നമുക്ക് എങ്ങനെ രക്ഷിച്ചേ പറ്റൂ? തീർച്ചയായും. ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണാൻ പോകുന്നത്. നല്ല രസമായിരിക്കും. സിനിമയുടെ പേരെന്താണ്? പശുവിന്റെ ചൊറിച്ചിലും മാറും, പുറത്തിരിക്കുന്ന കക്കയുടെ വിശപ്പും തീരും. ഇതെന്ത് പേരാണ്? പേരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല പഞ്ചിങ് ഡയലോഗുള്ള സിനിമയാണിത്. നീ എന്തോന്നൊക്കെയാണ് ഈ പറയുന്നത്? ആ അതെ, സിനിമയിലെ ഹീറോ നല്ല പഞ്ച് ഡയലോഗ് പറഞ്ഞു. ആ ഡയലോഗ് കേട്ട പബ്ലിക്കേ തിയേറ്ററുകാരെ ചെന്ന് നന്നായിട്ട് വളഞ്ഞു. എന്നിട്ട് 4 പഞ്ചങ്ങ് വെച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പോപ്കോൺ എന്തിനാ പാത്രത്തിൽ കിടന്ന് ചാടുന്നതെന്ന്? കാരണം തിയേറ്ററിൽ പോപ്കോൺ ആവശ്യക്കാർ കൂടുതലാ. അതിന്റെ സന്തോഷത്തിൽ അത് തുള്ളിച്ചാടുന്നത്. നിർത്തറാ. ഈ വണ്ടി എങ്ങനെ നിർത്താനാ? സിഗ്നൽ ഗ്രീൻ അല്ലേ? സാധാരണ റെഡിൽ വരുമ്പല്ലേ നിർത്താറ്. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ അനിയൻ വന്നു. ഞാൻ പറഞ്ഞു കുക്കുടൂക്കൂ. പിന്നീട് അവൻ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? അവൻ എന്നോടും കുക്കുടൂക്കൂ എന്ന് തന്നെയാ പറഞ്ഞത്. എന്റെ അമ്മോ, നിങ്ങൾ ഇവിടെയും വന്നോ? ഇങ്ങനെ പേടിപ്പിക്കരുത്. ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മുമ്പിലെത്തിയല്ലോ. ആദ്യം താൻ കുപ്പി തുറന്നു. അതിനുശേഷം കുപ്പിയിലുള്ള മഷി എന്റെ കയ്യിലേക്ക് ഒഴിച്ചു. ഞാൻ ആ കാക്കയിൽ നിന്നും ഫൈൻ ഈടാക്കാൻ പോവുകയായിരുന്നു. സോറി. ഈ പോപ്പട്ട് ഒരിക്കലും മര്യാദയ്ക്ക് ജോലി ചെയ്യില്ല. ഇതാ പിടിച്ചോ, ഈ പേപ്പർ കൊണ്ട് തുടച്ചോ. അത് തട്ടിപ്പറിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ടിഷ്യൂ പേപ്പർ എനിക്ക് തന്നത്? ഇത് ടിഷ്യൂ പേപ്പർ അല്ല, സീൽ പേപ്പറാ. നമ്മൾ തമ്മിൽ ഡീൽ ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അല്ല, അതെന്ത് ഡീലാണത്? അതായത് നിന്റെ ശബ്ദത്തിന് ഞങ്ങൾക്കും അവകാശമുണ്ട്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിനക്ക് പണി കിട്ടും. ഒരു വാക്കിന് 12 ഇടിയാണ്. 2 വാക്കിന് 1 ഇടിയേ കിട്ടുള്ളൂ. അതെന്താ 2 വാക്കിന് 1 ഇടി കൊടുക്കുന്നേ? ആ 1 ഇടി ഇടിക്കുന്നത് ഒരു ആനയായിരിക്കും. അയ്യോ, ഇത് ചീറ്റിംഗ് ആണ്. അവൻ ദാ ഡീല് മറന്നിരിക്കുന്നു. 4 വാക്കുകൾ പറഞ്ഞു അവൻ. അടിക്കവനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഓരോ വാക്ക് കിട്ടി. അപ്പൊ എല്ലാവരുടെയും കൂടി ചേർത്ത് ഒരു 12 ഇടിയെങ്കിലും ഇടിക്കാലോ. നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണെന്ന്. 7 വാക്കുകൾ പറഞ്ഞു. ഇന്നിനിപ്പോ പാർട്ടിയാണ്. കൂട്ടുകാരെ അടിക്ക്. അടിക്കരുത്. കണ്ടിട്ട് നല്ല അടിപൊളി കാർണിവലാണെന്നാ തോന്നുന്നത്. മിറർ ഷോ. വാ, ഒന്ന് കേറിയിട്ട് വരാം. അങ്ങോട്ട് നോക്കിയേ. കണ്ണാടിയിൽ എന്നെ കാണാൻ കാണ്ടാമൃഗത്തിനെ പോലെ ഉണ്ട്. അത് കാണ്ടാമൃഗം തന്നെയാ. നിന്റെ രൂപം തൊട്ടടുത്ത കണ്ണാടി കാണിക്കുന്നുണ്ട്. എന്റെ അമ്മച്ചി. എന്റെ അമ്മച്ചിയാ, ഇതെന്തുവാ? പ്രിയ ജനങ്ങളെ, വരുവിൻ, കാണുവിൻ. നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു സമുദ്രത്തിലെ കഴിവുള്ള ഡോൾഫിൻ. ഗാഥ ചേച്ചിയുടെയും സോണിയുടെയും പെർഫോമൻസ് കാണുവാനായി നിങ്ങൾ എല്ലാവരും പൂളിലേക്ക് വരൂ. അടിപൊളി. വാ, നമുക്ക് പോയി ഡോൾഫിന്റെ പെർഫോമൻസ് കാണാം. വാ, പൂളിലേക്ക് പോവാം പെട്ടെന്ന്. വേഗം വാ. ജനങ്ങൾ പറയുന്നത് ഞാൻ ഭാരതത്തിന്റെ മീനയാണെന്നാ. എന്താ?
മീനയോ? ഓഹോ, മീനയല്ല ചേച്ചി, മീന. രാധ ചേച്ചി, ഇന്ന് നമ്മളെ ഒരുപാട് പേര് നോക്കാൻ വരുന്നുണ്ട്. നോക്കാനല്ല ചേച്ചി, നമ്മുടെ പെർഫോമൻസ് കാണാനാ വരുന്നേ. ഇന്ന് മിക്കവാറും നമ്മുടെ പെർഫോമൻസ് കണ്ട് കാണികളെല്ലാം കോരിത്തിരിയും. ഓഹോ, കോരി തരിയുമല്ല ചേച്ചി, കോരി തരിക്കും. അയ്യോ, രക്ഷിക്കണേ. എടാ ഒന്ന് വഴിന്ന് മാറടാ. എടാ ഇവന്മാർ പിറകിന്ന് മാറുന്നില്ലല്ലോ. ഈ ചികിത്സമാര് പുറകെ ഉള്ളത് കാരണം നമുക്ക് മര്യാദയ്ക്കൊന്ന് നീറ്റാൻ പോലും കഴിയുന്നില്ല. നീറ്റാനല്ല ചേച്ചി, നീന്താൻ. ഇവിടെ രക്ഷപ്പെടാൻ നോക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി വാക്കുകളിൽ തെറ്റ് തിരുത്തി കളിക്കുകയാണോ? അതെ ചേച്ചി, അല്പ സഞ്ചോകം വേണ്ടതല്ലേ? സഞ്ചോകമല്ല ചേച്ചി, സങ്കോചം. അത് കുറച്ച് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ ഇവിടെ വിട്ടാലോ? ആ, എന്നാ പോകാം. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോയേ പറ്റൂ. ഇവിടുന്ന് കടൽ വരെ എത്തണം. ഹണി, നീയും പോപ്പട്ടും വേഗം ബാക്ക് ഗേറ്റിന്റെ അടുത്തെത്ത്. ഞാനും ജോർദാറും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കേ. വാഹണി, എന്നാ വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോവാം. മരത്തലയാ, എന്റെ മുഖത്തോട്ടാണോ വെള്ളം? വേഗം ട്രക്കിലേക്ക് കയറ്. അവന്മാര് രക്ഷപ്പെട്ടല്ലോ. വേഗം വാ, അവരെ എങ്ങനെയെങ്കിലും കൈയോടെ പിടിച്ചേ പറ്റൂ. അവർ പുറകിൽ തന്നെ ഉണ്ട്. ജോർദാറെ, വേഗം ഇൻസ്പെക്ടർ പാണ്ഡയെ കടലിന്റെ അടുത്തേക്ക് വരാൻ പറ. ഓക്കേ. ഹലോ ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വരൂ. ഞങ്ങൾ കടലിനടുത്ത് തന്നെ ഉണ്ട്. പൊയ്ക്കോളൂ, വേഗം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. താങ്ക് യു. നിങ്ങൾ എന്ത് കരുതി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത്ര പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെടാമെന്നോ? നിൽക്ക്, നിങ്ങളോട് നിൽക്കാനാ പറഞ്ഞത്. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ആരാടാ തൊട്ട് കളിച്ചത്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പോലീസ്. ഇനി ഏതായാലും തന്റെ കളിയൊന്നും നടക്കില്ല ഇവിടെ. ഡോൾഫിൻ പോലുള്ള പാവപ്പെട്ട മീനുകളെ ചൂഷണം ചെയ്തതിന് നിന്നെ ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പിടികിട്ടിയിരിക്കുന്നു. ഈ പൂച്ചയെയും ഡോഗിയെയും തത്തമ്മയെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. നോക്ക് നിൽക്കാതെ അറ്റാക്ക്. ഐഡിയ. ഇന്ന് കോഴിയും പറക്കും. നല്ല രസമുണ്ടല്ലേ? ആടെ ഇനിയും തീർന്നിട്ടില്ല കൂട്ടുകാരെ. എന്താ വാ. എടാ, ഇവർക്കൊപ്പം കുഞ്ഞുങ്ങളുണ്ട്. ദേ നോക്ക്. ഐഡിയ കഴിച്ചോ? നമ്മൾ നന്നായിട്ട് കുടുങ്ങി. ഇവരിവിടുന്ന് നീങ്ങാൻ പോകുന്നുമില്ല. മുകളിൽ നിന്ന് അവർ പിയാനോ താഴേക്ക് എറിയാനും പോവുകയാണ്. സംശയമുണ്ടോ? എടാ, കുടുങ്ങിയത് ഞങ്ങളാണ്. പോപ്പട്ടെ, നിനക്ക് പറക്കാൻ കഴിയാലോ, പറന്നു പൊക്കോ. എന്റെ കൂട്ടുകാരാ, നിന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടുന്ന് പോവില്ലടാ. എടാ, നിങ്ങളെ സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ? ദേ നോക്ക് മുകളിലോട്ട്.
നീ എത്രയും പെട്ടെന്ന് കഴുതയായി മാറ് വേഗം. പക്ഷെ ഞാനൊരു മുയലാണല്ലോ. എടാ നിന്റെ കുട്ടികൾ മുയലാണ്, പക്ഷെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവരെ കോഴിയാക്കി മാറ്റുകയില്ലേ? അതുകൊണ്ട് നീ ഇപ്പൊ കഴുതയായിട്ട് മാറ്. ചേട്ടാ ഈ പഴങ്ങളൊക്കെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഉടൻ തന്നെ കഴുതയായിട്ട് മാറടാ. എന്താടാ നീ ചെയ്യുന്നത്? നീ എന്താ കഴുതയാണോ? ചേട്ടായി എന്നോടല്ലേ കഴുതിയായിട്ട് മാറാൻ പറഞ്ഞത്? കോഴി ആരാണെന്നും അവന്റെ ബലം എന്താണെന്നും ഇവിടെ ആർക്കും തന്നെ അറിയില്ല. നമ്മുടെ ബലം എന്താണെന്നും നമ്മുടെ ഐക്യം എന്താണെന്നും ഇവന്മാർക്ക് കാണിച്ചു കൊടുക്കണം. ആരെയും വെറുതെ വിടാൻ പാടില്ല. നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചിലരെ കഴുത, ചിലരെ കുരങ്ങ്, ചിലരെ കരടിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോഴികൾക്ക് അഹങ്കാരമാണ്. ഗുണ്ടായിസം കാണിച്ച് മറ്റുള്ളവരെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും സംസാരിച്ചാൽ ഇടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിറകുകൾ ഉടൻ തന്നെ തരുന്നതായിരിക്കും. അത് ശരി, അപ്പൊ ഇവിടെ ഒളിച്ചോടാനുള്ള പദ്ധതി ഒരുക്കുകയാണല്ലേ? എന്റെയും എന്റെ മക്കളുടെയും അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ഒളിച്ചോടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചോ? മതി നിങ്ങളുടെ കള്ളത്തരും മുതല കണ്ണീർ ഒഴുക്കലും. ഇവര് ഞങ്ങളോട് എല്ലാ സത്യം തുറന്നു പറഞ്ഞു. താൻ ഞങ്ങളെ ചതിക്കായിരുന്നു. ഞങ്ങള് പോവാണ്. അത് ശരി, അങ്ങനെ അങ്ങ് പോയാലോ? ആ വിഷും മറ്റുള്ളവരെ ഇങ്ങനെ പിടിച്ചു വെച്ച് ജോലി ചെയ്യിക്കുന്നത് തെറ്റാണ്. അവരവരുടെ വീട്ടിലേക്ക്, അതായത് കടലിൽ പോകാൻ അനുവദിക്കണം. അതെ, ഇവരെ ഞങ്ങൾ കൊണ്ടുപോകും. തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അതിന്റെ അർത്ഥം അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ബോയ്സ് പിടിക്കവരെ. അയ്യോ, ഇവർക്ക് ഓടാൻ പോലും പറ്റുന്നില്ലല്ലോ. നമ്മൾ ഇവരെ സഹായിച്ചേ മതിയാകൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. Thank you. അവിടെ നിൽക്കാനാ പറഞ്ഞതാ ഡോൾഫിൻ. അയാള് നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളെ ഏതെങ്കിലും വഴി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങൂ. വേഗം മുകളിലേക്ക് കയറിക്കോളൂ. ഓക്കെ ഹണി, ആക്ഷൻ. ആദ്യം നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുക്കണം. അതിനുശേഷം നിങ്ങൾ അത് സ്റ്റവിൽ വെച്ചൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. എന്നിട്ട് അത് താഴെ ഇറക്കി വെക്കണം. ഇതാ തയ്യാറായി കഴിഞ്ഞു നിങ്ങളുടെ വാട്ടർ റീനോ. എടാ നിനക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? പിന്നെ എന്തുകൊണ്ട് അറിഞ്ഞൂടാ? ശകലം പാല്, പിന്നെ ഐസ്ക്രീം, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, ശകലം ചീസ് എല്ലാം കൂടി ഒരുമിച്ച് ഷേക്ക് ചെയ്യണം. ഇതിൽ എന്താണ് ഹെൽത്തി ആയിട്ടുള്ളത്? ജിമ്മിൽ പോയിട്ട് ഷേക്ക് ചെയ്താൽ മതിയെന്ന്. അപ്പൊ ഹെൽത്തി ആവല്ലോ. കാണിച്ച നീ വീഡിയോ എങ്ങനെ എടുത്തെന്ന് നോക്കട്ടെ. അയ്യോ അമ്മേ. എന്നെ പോപ്പട്ടെ, സോറി. ഇത് ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. അയ്യോ, വീണ്ടും സോറി സോറി. എങ്ങോട്ടാ പോകുന്ന കൂട്ടുകാരാ? ഫ്രിഡ്ജിനകത്തേക്ക് ഒന്ന് വൃത്തിയാകാനായിട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ കുറച്ച് മഞ്ഞളും കൂടി തേച്ച് കുളിക്കേ. ഓ, നീ എന്റെ വായിന്ന് വല്ലതും കേക്കും. എടാ പൊട്ടാ, ഞാൻ കുളിക്കാൻ പോവാ. അയ്യോ എടാ പോപ്പട്ടെ, ഞാൻ നിന്നെ സഹായിക്കാം. അയ്യോ. ചില്ലി സോസ്, ഐ ഹേറ്റ് ദിസ്. മനസ്സിലായി, നിനക്ക് ടൊമാറ്റോ സോസാണ് ഇഷ്ടമല്ലേ? അയ്യോ, മര്യാദക്ക് എന്റെ അടുത്തുനിന്ന് മാറിയെന്നോ? സുഖമായി ഉറങ്ങണമെങ്കിൽ ഓംലെറ്റ് കഴിക്കുന്നത് വിട്ടേക്കൂ. പട്ടണത്തിലെ എല്ലാ കോഴികളും ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പട്ടണത്തിലുള്ളത് മാത്രമല്ല, പുറത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റോഡിലും കോഴികൾ കൂടെ നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ നാട്ടുകാരോടും അവറ്റകൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അങ്ങോട്ട് പോ.
ബാക്കി ഇങ്ങോട്ട് പോയി എല്ലാവർക്കും പണി കൊടുക്ക. വാ. എത്രയും പെട്ടെന്ന് കുരങ്ങായേക്ക്. ഞാൻ ആടാണ്, ഞാൻ എങ്ങനെയാണ് കുരങ്ങനാവുന്നത്? നിങ്ങൾ ആരെ വേണമെങ്കിലും കോഴിയാക്കി മാറ്റുമല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഇപ്പോഴത്തേക്ക് കുരങ്ങനായിക്കോ. ആയിക്കോ ആയിക്കോ. Come on. ഇവിടെ എന്ത് ഭ്രാന്തായി നടക്കുന്നേ? എന്റെ പച്ചക്കറികളെല്ലാം നശിപ്പിച്ച് കളഞ്ഞേ. ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ കോഴികളെല്ലാം നശിപ്പിക്കുകയാണല്ലോ. ഇവരെ എത്രയും പെട്ടെന്ന് മര്യാദ പഠിപ്പിച്ചില്ലെങ്കിൽ എല്ലാവർക്കും 8ന്റെ പണി കിട്ടും. സംശയമുണ്ടോ? അഹങ്കാരം അവസാനിപ്പിക്കണം. പക്ഷേ എങ്ങനെ? എല്ലായിടത്തും ഇവരുടെ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഒരേ സ്ഥലത്താക്കണം. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ നോക്ക്, എല്ലാം മതിയാക്കി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. വേണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞാൻ പറഞ്ഞില്ലേ, മര്യാദക്ക് എല്ലാം നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഇതൊക്കെ നിർത്ത്. എന്നിട്ട് എത്രയും വേഗം ഞങ്ങളുടെ പട്ടണത്തിൽ നിന്ന് സ്ഥലം വിടാൻ നോക്ക്. ഈ പൂച്ചയും തത്തമ്മയും ഡോഗിയും പറയുന്നതൊക്കെ ഞാൻ കേൾക്കും. പക്ഷെ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതേ ഞാൻ ചെയ്യുകയുള്ളൂ. എടാ, നിങ്ങൾ പണിയെടുക്കാൻ നോക്ക്. അല്ലാതെ യുവമാരെന്ന് പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പണിയെടുക്കാൻ നോക്ക്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവന്മാര് വീണ്ടും നിൽക്കുകയാണല്ലോ. സംശയമുണ്ടോ? പോപ്പട്ടെ, ദേ ബ്ലൂ ബോട്ടിൽ ജോർദാർ ഹണി അറ്റാക്ക്. വേഗം ആവട്ടെ. പോപ്പട്ടെ, നീ ഒരു പണി കൂടെ ചെയ്യാനുണ്ട്. ഹണി സോർദാർ, ചുമരിന്റെ അടുത്തേക്ക് പൊക്കോ. എങ്കിലും എല്ലാ കോഴികളും അങ്ങോട്ടേക്ക് വരൂ. എന്തുകൊണ്ടാണ് നിന്റെ വായ നീ തുറക്കാത്തത്? എല്ലാരുമോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ്. എല്ലാം വൃത്തിയാക്കുന്ന ഒരാളുണ്ടല്ലോ. അയാളുടെ പേരെന്താണ്? സീപ്പറെല്ലാം വൃത്തിയാക്കുന്ന ആളല്ലേ? നീയാണെങ്കിൽ ആൾക്കാരെ പറ്റിക്കുകയും ചെയ്യുന്നു. അതെ, ഞാനും ഇവരുടെ പോക്കറ്റ് ക്ലീൻ ചെയ്യല്ലേ. അപ്പൊ ഞാനും ഒരു സീപ്പർ അല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ പൊന്നു കൂട്ടുകാരെ? അതിരിക്കട്ടെ, ആരാണ് സാധാരണ പമ്മി വരാറ്? അയ്യോ അല്ല, ചീറ്റം. നീ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നോണ്ട് മാത്രം അതിന്റെ അവകാശവും നിനക്ക് വരില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ മണ്ടന്മാരാക്കരുത്. എല്ലാ ജന്തുക്കളുടെ ശബ്ദത്തിലും എനിക്ക് അവകാശമുണ്ട്. അങ്ങനെ അവർ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഞാൻ ഫൈൻ വാങ്ങും. നോക്ക്, എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. കൂട്ടുകാരെ, ഇവൻ ഒരിക്കലും ശരിയാവില്ല. ഇവന്റെ കയ്യിൽ നിന്ന് റെക്കോർഡർ പിടിച്ചു വാങ്ങി ഇവനൊരു പാഠം പഠിപ്പിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അവന്റെ റെക്കോർഡർ വാങ്ങിച്ചിട്ട് വരാം. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വേഗം മാറി നിന്നോ. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് മഴ നനയണ്ട. എടാ മര കഴുതേ, ഏപ്രിൽ മാസത്തിൽ നിന്റെ അപ്പൂപ്പ കൊണ്ടുവരുവോ മഴ? വേഗം പോയി പിടിക്കടാവനെ. A for B for bat,
പക്ഷേ ഇത് ഡീലല്ലേ തുടങ്ങുന്നേ. അതെനിക്കറിയാം മാഡം. പഠിത്തത്തിലാണെങ്കിലും ഞാൻ എന്റെ കഴുത്തര എങ്ങനെയാണ് മറിക്കുന്നത്? എക്സ്ക്യൂസ് മീ മാഡം, ഒരു സർവേക്ക് വേണ്ടി എല്ലാ കുട്ടികളെ കൊണ്ട് ഹലോ പറയിക്കണമായിരുന്നു. ഓഹോ, അതിനെന്താ, തീർച്ചയായും കുട്ടികളെ അങ്കിളിനോട് ഹലോ പറയൂ. അതിരിക്കട്ടെ, താങ്കൾ എന്തിനാ സർവേ ചെയ്യുന്നത്? സർവേയോ? വന്ന കാര്യം എന്തായാലും കഴിഞ്ഞു. എല്ലാവരുടെ ശബ്ദവും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരോട് ഹലോ പറയാൻ പറഞ്ഞത്. കുട്ടികളെ, ഇനി നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പായി എന്നോട് പെർമിഷൻ വാങ്ങേണ്ടി വരും. ദാ ഇപ്പൊ നീ സംസാരിച്ചല്ലോ, ഫൈൻ എടുക്ക്. അതെ, ഞാൻ ക്ലാസ്സിലെ ഫീസിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നേ. മാഡം, ഫീസ്. ഇപ്പൊ നീ ഏതായാലും ശബ്ദിച്ചില്ലേ, ഫൈൻ എടുക്ക്. എന്തിനാ ഫൈൻ തരുന്നേ? ഞാൻ എന്റെ കൂട്ടുകാരൻ അസീസിനെ വിളിച്ചത്. എടാ അസീസേ, ഫീസ്. വീണ്ടും നീ ശബ്ദിച്ചില്ലേ, അതിലുള്ള ഫൈനാണ് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൈക്കിളിന്റെ കാറ്റ് പോണ ശബ്ദം അനുകരിക്കാറുണ്ട്. ഫീസ്. ഇത് വല്ലാത്ത തലവേദന ആയല്ലോ. ഇവരുടെ കയ്യിൽ നിന്ന് ഫൈൻ ഇടാക്കാന്ന് വെച്ചപ്പോ ഈ പയ്യൻ എന്നെ കാര്യങ്ങൾ പറഞ്ഞ് കുഴപ്പിക്കുകയാണല്ലോ.